ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് ബാണാസുര ഹില്ലിൻ്റെ തൊട്ട താഴെയായിട്ട് വരുന്ന കംപ്ലീറ്റ്ലി മഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. സിംഗിൾ കാറ്റഗറി റൂം വരുന്നത്. നമുക്കിവിടെ വാഷ്റൂമും അതുപോലെ തന്നെ ബെഡ്റൂമും ബാൽക്കണിയുമാണ് വരുന്നത്. നേരെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു പോണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മഡാണ്. നമുക്കവിടെ AC കാര്യങ്ങളൊന്നും വരുന്നില്ല. അതും കംപ്ലീറ്റ്ലി മഡാണ് വരുന്നത്. 2 ബെഡ്റൂം അതുപോലെ വാഷ്റൂം കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ടു ബെഡ്റൂം വില്ലയാണ് വരുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഇതിൽ നമുക്ക് ഫാനോ AC ഒന്നും തന്നെ വേണ്ടതില്ല. കംപ്ലീറ്റ്ലി മഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വരുന്നത്.
ഇതാകുന്ന സമയത്ത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പൺ ബാത്ത് വരുന്നുണ്ട്. അതായത് നമുക്ക് റെയിനൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കുളിക്കാൻ പറ്റും. വാഷ്റൂമും അതുപോലെ തന്നെ ഇത് വേറൊരു കാറ്റഗറിയാണ് വരുന്നത്, ഈ റെയിൻ ബാത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഇങ്ങനത്തെ 2 സ്യൂട്ട് നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. രണ്ടിലും റൂംസും കാര്യങ്ങളും ഒന്നും തന്നെ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ, അതായത് നമ്മളെ ഫ്രണ്ട് മാത്രം ജസ്റ്റ് ഒരു വ്യത്യാസം വരുന്നുണ്ട്. സ്യൂട്ട് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ തൂണിലൊക്കെ ഉണ്ടാകുന്ന, അതായത് ഫ്രണ്ട് കാണുമ്പോഴേ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ റൂമും അതുപോലെ വാഷ്റൂം, ബാത്ത് ഏരിയ എല്ലാം കറക്റ്റ് ആണ്, കംപ്ലീറ്റ്ലി സെയിം ആണ് വരുന്നത്. കാറ്റഗറി റൂംസ് വരുന്നുണ്ട്. അപ് സ്റ്റെയറിലൊന്നും, താഴെ ഡൗൺ സ്റ്റെയറിൽ വേറൊരു റൂമാണ്. രണ്ടിലും റൂംസിൽ സ്പേസിൽ കുറച്ച് ഡിഫറൻസ് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ റൂംസ് കാണാം. റൂംസ് കാണാം. ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമുക്ക് കോമൺ ആക്ടിവിറ്റീസിലേക്ക് പോകാം. അതായത് നമുക്കിവിടെ പൂള് വരുന്നുണ്ട്, അതുപോലെ ബാഡ്മിൻ്റൺ കോർട്ട് വരുന്നുണ്ട്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, കിഡ്സ് പ്ലേ ഏരിയ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ റെസ്റ്റോറൻറ്റ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം.
ബുക്സും എല്ലാ കുട്ടികൾക്കുള്ളത് മുതൽച്ച് എല്ലാ കാറ്റഗറി ഫിക്ഷൻ വരുന്നുണ്ട്, നോവല്, എല്ലാ കാറ്റഗറി ബുക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ചെറിയൊരു പ്ലേ ഏരിയ വരുന്നുണ്ട്. അതായത് ഇൻഡോർ ഗെയിംസ് ആണ് വരുന്നത്. നമുക്കിവിടെ ടൈപ്സ് ഓഫ് ഗെയിംസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ പ്രോപ്പർട്ടിയിൽ വന്ന ഗസ്റ്റിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫീച്ചർ ചെയ്ത് വെച്ചാണ്. എല്ലാവരുടെയും കുറെ ഹാപ്പി മെമ്മറീസ് ആണ് ഇതൊക്കെ വരുന്നത്.